ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നമ്മളെ റൂമൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട, നമ്മളെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ തന്നെ മതി. അപ്പോൾ ഈ ഒരു ഗ്രിഡ് ഉണ്ടല്ലോ, ഈ ഗ്രിഡ് ഒരു 6 ഇയേഴ്സ് മുന്നേ ഞാൻ പേപ്പർ റോൾ ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അന്ന് വെച്ചിട്ടുണ്ടായിരുന്ന കുറേ പോളറോയിഡ്സ് ആണ് കേട്ടോ, അതൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിന് പകരം വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ഹാങ്ങിങ് നമ്മളിപ്പോൾ അടുത്തുണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഈ ഗ്രിഡ് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ന്യൂസ് പേപ്പറാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത്. ഇത് കുറച്ച് വലുതാണല്ലോ, നിങ്ങൾക്കിപ്പോൾ ചെറുതൊക്കെ മതിയെന്നുണ്ടെങ്കിൽ നമ്മളെ നോട്ട്ബുക്കിലെ പേജസൊക്കെ തന്നെ ധാരാളം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതെന്ത് ചെയ്തു, ബ്ലാക്ക് കളറുള്ള ടാപ്പ് വെച്ചിട്ട് ഞാനതൊന്ന് ഒട്ടിച്ചെടുത്ത്. അതല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ഗ്രിഡാക്കി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്ത് എന്നിട്ട് വാളിലൊന്ന് സെറ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം നമുക്ക് ചെയ്യാൻ ഈസിയാണ്. ഇതേപോലെ നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഈ ഗ്രിഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള പോളറോയിഡ് പെയിൻറ്റിങ് ചെയ്യാം. ഇത് നമുക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 എണ്ണമാണ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഇതിന് മുന്നൊക്കെ കുറച്ച് അപ്പിളൊക്കെ ആയിട്ട് വരയ്ക്കണതൊക്കെ ഇതിമ്മലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ പോളറോയിഡ്സ് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വേണം. അപ്പോൾ ആ ഒരു ലൈൻസൊക്കെ ഒന്ന് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അത്ര ശ്രദ്ധിക്കേണ്ടല്ലോ, അപ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫുള്ളൊന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഈസി ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസൊക്കെ ചെയ്ത് കൊടുക്കാം. ബാക്കി 3 എണ്ണം ചെയ്തത് ഞാൻ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സൈഡിലായിട്ട് അതിൻ്റെ ഒരു വീഡിയോ കൊടുക്കാം കേട്ടോ, പെയിൻറ്റ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഈ ഒരു വുഡൻ്റെ ക്ലിപ്പ് എടുക്കുന്നുണ്ട്. എല്ലാത്തിനും ചെറിയ ഒരു മേക്ക് ഓവറൊക്കെ കൊടുത്തിട്ട് കുറച്ച് കൂടുതലാക്കിയിട്ട് ഭംഗി കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മളൊരു വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇതിനൊരു ചെറിയ മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ലുക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഗ്രിഡിൽ കണ്ടില്ലേ, പിന്നെ യൂസ് ചെയ്യുന്നത് പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ ക്ലിപ്പിന് ചെറിയൊരു മേക്ക് ഓവർ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ പ്രിൻറ്റ് ചെയ്തിട്ട് അല്ലാത്ത സ്റ്റിക്കർ ആയാലും മതി, ഹാൻഡ് മെയ്ഡ് ആയാലും മതി. അതിൻ്റെ ആ ഒരു ബാക്കിലെ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റിക്കറുമേൽ ആ ഒരു പേപ്പർ ക്ലിപ്പ് വെക്കുക. എന്നിട്ട് ആ ബാക്കിലെ പേപ്പർ അതേമാതിരി വെക്കുക. അങ്ങനെ ഒട്ടണില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പശയൊക്കെ തേച്ചിട്ട് ഒട്ടിച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കുക. ഇത് നമുക്ക് ബുക്ക് മാർക്ക് ആക്കിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോളറോയിഡ്സ് ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലിപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. സംഭവം കൊള്ളാമല്ലേ, ഇപ്പോൾ ആകെ ലുക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ക്ലിപ്പൊക്കെ മേടിക്കാൻ കിട്ടും, പക്ഷേ അതിനനുസരിച്ചിട്ട് ക്യാഷ് കൂടുമല്ലോ. പക്ഷേ ഇത് നമുക്ക് എളുപ്പമാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി, ആ ഒരു ഗ്രിഡിന് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ലൈറ്റ് എടുത്തിട്ടാണ് ഞാൻ ആ ഒരു ബോട്ടിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ വിചാരിച്ച് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഈ ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സ് വെക്കാമെന്ന്. 150 രൂപക്ക് 3 ലീവ്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഗ്രിഡ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള പോളറോയിഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമുക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഗ്രിഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്രിഡ് റൂമിലുണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ ഫോട്ടോസെങ്കിലും നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ ഇതൊക്കെ മേടിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ആവും. അപ്പോൾ അതിനെക്കാട്ടി നല്ലതാണ് നമ്മൾ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഞാൻ കുറേ കൊല്ലം മുന്നേ ഉണ്ടാക്കിയതാണ്, എന്നിട്ട് ഇപ്പോഴും സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് സെല്ലോ ടൈപ്പൊക്കെ വെച്ചിട്ടാണ് അവിടെ ഇങ്ങനെ ആ വാളിൽ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു കോർണർ ഉണ്ടല്ലോ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഇവിടെ ഞാൻ കുറച്ച് CD പെയിൻറ്റിങ് ചെയ്തിട്ട് ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു 8 സെറ്റ് ചെയ്യണത്. ഓൾറെഡി ഞാൻ കുറേയൊക്കെ പെയിൻറ്റ് ചെയ്തതൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ CD അറിയാലോ, എല്ലാവരും വീട്ടിലും ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ആരും CD ഒന്നും യൂസ് ചെയ്യണില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് കൊടുക്കാം. ഇനി പെയിൻറ്റ് ചെയ്യാതെ നമുക്ക് CD ചെയ്യണതും ഉണ്ട് കേട്ടോ, അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു CD പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ വാളിലൊക്കെ അടിക്കണ പെയിൻറ്റ് ഉണ്ടല്ലോ അതാണ് അടിച്ചിട്ടുള്ളത്. അതൊരു 3 കോട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഒരു ഫിനിഷിങ് കേട്ടോ. എന്നിട്ട് അതിലിങ്ങനെ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിൻട്രസ്റ്റിൽ ഒരുപാട് ഫോട്ടോസ് കിട്ടും, അതൊക്കെ നോക്കിയിട്ട് CD പെയിൻറ്റിങ് നോക്കിയിട്ട് ചെയ്താൽ മതി. നമുക്ക് സിമ്പിളായിട്ടുള്ള ചെയ്യാം, അതല്ല കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ പെന്ന് പേപ്പർ അങ്ങനെ ചെയ്യാതെ നമ്മളിങ്ങനെ ഡിഫറെൻ്റായിട്ട് ഓരോന്നിലൊക്കെ ചെയ്യാൻ നോക്കാം. ഇനി ഞാൻ CD ഡയറക്റ്റ് ചെയ്താതെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. ഞാൻ എഴുതിയ എന്തായാലും കൊളാവും എന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ എഴുതിയിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു പെയിൻറ്റിങ് ഐഡിയ. പിന്നെ ഈ ഒരു CD ഞാൻ ഈ ചെയ്ത പെയിൻറ്റിങ് എനിക്ക് അത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മേലെ ഇതേപോലത്തെ ഡെക്യുപേജ് ഉണ്ടാവുമല്ലോ, ഡെക്യുപേജ് ടിഷ്യൂ, അപ്പോൾ അത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചേ. ഈ ഡെക്യുപേജ് ടിഷ്യൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ അതിനൊരു മാച്ചി കളറൊക്കെ ആയിട്ടുള്ള കളർ എടുത്തിട്ട് വേണം. പക്ഷേ നമ്മൾ ഇതിൽ ഡയറക്റ്റ് ഒട്ടിക്കുക ചെയ്യണത്. അപ്പോൾ ആദ്യം ഒന്ന് പശ തേച്ചിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മേലെ പശ തേച്ച് കൊടുക്കുക. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നല്ല വിടലായിട്ടുണ്ട്, കാരണം അടിയത്തെ ആ പെയിൻ്റൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത്രയാണ് നമ്മൾ ഇന്ന് ഒട്ടിക്കാൻ പോകുന്ന CDs കേട്ടോ. അപ്പോൾ ഇതിൽ പലതും ഞാൻ ഷോർട്സൊക്കെ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യൊന്നും വേണ്ട, നമ്മളിങ്ങനെ ജേർണലിങ് പോലെയുള്ള CD ജേർണലിങ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് CD ജേർണലിങ് ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് CD ജേർണലിങ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, CD ജേർണലിങ് വേണമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് അത് പ്ലാൻ ചെയ്യാമല്ലോ. ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ CDs ഒക്കെ വാളിൽ ഒട്ടിക്കാൻ പോകുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത് കൊളായിട്ടുള്ള ഈ CD ചെറുതായിട്ട് ഒരു കോഡ്സൊക്കെ എഴുതി കൊടുത്തിട്ട് കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെയാണ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചുമരക്കൊട്ടിക്കാം. അങ്ങനെ ഇപ്പം നമ്മൾ 6 CDs ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി 2 കൂടി ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഐഡിയ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റൂമൊക്കെ ഒന്ന് കളർഫുൾ ആക്കുക കേട്ടോ. അപ്പോൾ ഇനി CD ജേർണലിങ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.